ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനകീയമായ ഒരു കലാരൂപമാണ് കോൽക്കളി. ഈ ആഴ്ച നാട്ടരങ്ങിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതും ആ കലാരൂപത്തെ കുറിച്ചാണ്. സ്വാഗതം നാട്ടരങ്ങിലേക്ക്. കാച്ചെണ്ണ കാറുപൂത്ത ഇറംപനത്താടിയിൽ കടഞ്ഞെടുത്താളാകിൽ മിനുക്കി പനങ്കോലിൽ പിച്ചാളച്ചീലം വിട്ട് കോൽത്താളമുശർന്നല്ലോ. കാച്ചെണ്ണ കാറുപൂത്ത. അനുഷ്ഠാന കലയായും ആസ്വാദന കലയായും അറിയപ്പെടുന്ന നാടൻ കലാരൂപമാണ് കോൽക്കളി. സാമുദായിക വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളും ആസ്വാദകരാണ് എന്നത് കോൽക്കളി എന്ന കലാരൂപത്തെ ജനകീയമാക്കുന്നു. കേരളത്തിലെ വിവിധ സമുദായക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ വിനോദമാണ് കോൽക്കളി. കോലടിക്കളി, കമ്പടിക്കളി എന്നിങ്ങനെ പല പേരുകൾ കോൽക്കളിക്കുണ്ട്. എന്നാൽ മലബാറിലെ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കോൽക്കളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതേറ്റൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. ഭാരതനാട്ടിൽ വിശ്വാസത്തിനി നാളം തെളിച്ചിടുവാൻ ഭാരമതേറ്റൊരു തോമാതാരൻ കപ്പലിലേറി വന്നു. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. തമ്പുരാൻ കർത്താവിൻ തിരുവിലാവിലെ തിരുമുറിവുകളിൽ തൊട്ടു വിശ്വസിക്കാൻ ശാഠ്യം പിടിച്ചതി സ്നേഹത്താൽ മാത്രമല്ലോ. എൻ കർത്താവേ എന്റെ ദൈവമേ എന്നു ചൊല്ലി എത്രയും ശക്തമായി വിശ്വാസം ഏറ്റു ചൊല്ലി. വന്ദനക്കളി, വട്ടക്കോൽ, ചുറ്റിക്കോൽ, തെറ്റിക്കോൽ, ഇരുന്നുകളി, തടുത്തുകളി, താളക്കളി, ചവിട്ടിച്ചുറ്റൽ, ചുറഞ്ഞുചുറ്റൽ, ചിന്ത, ഒളവും പറവും തുടങ്ങി 60ഓളം ഇനങ്ങൾ കോൽക്കളിയിലുണ്ട്. കോൽക്കളി പ്രധാനമായും പുരുഷന്മാരാണ് അവതരിപ്പിക്കുന്നതെങ്കിലും സ്ത്രീകളും പെൺകുട്ടികളും ഇതിൽ പങ്കുചേരാറുണ്ട്. ഇതിനെ കോലാട്ടം എന്ന് പറയുന്നു. ഭജരേ നന്ദഗോപാല ഹരേ, ഭജരേ നന്ദഗോപാല ഹരേ, ഭജരേ നന്ദഗോപാല ഹരേ, ഭജരേ നന്ദഗോപാല ഹരേ. भजरे नंदगोपाल हरे,
സാധാരണഗതിയിൽ 8-10 ജോഡി യുവാക്കൾ പ്രത്യേക വേഷവിധാനത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു. സാമുദായിക ഉദ്ഭവങ്ങളും പ്രചാരകന്മാരും കോൽക്കളിപ്പാട്ടുകളിൽ നിറയുന്ന ഇസ്ലാം ക്രിസ്ത്യൻ കോൽക്കളികളിൽ നിന്നും വ്യത്യസ്തമാണ് ഹൈന്ദവ കോൽക്കളി. ഹിന്ദു ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് ഹൈന്ദവ കോൽക്കളിയിൽ കൂടുതൽ കാണാൻ കഴിയുക. ചിലങ്കയിട്ടതോ ഇടാത്തതോ ആയ കമ്പുകൾ കോൽക്കളിക്കാർ ഉപയോഗിക്കും. നൃത്തം ചെയ്യുന്നവർ വട്ടത്തിൽ ചുവട് വെച്ച് ചെറിയ മുട്ടുവടികൾ കൊണ്ട് താളത്തിൽ അടിക്കുന്നു. നൃത്തം പുരോഗമിക്കുന്നതിനനുസരിച്ച് കോൽക്കളിക്കാരുടെ ഈ വൃത്തം വലുതാവുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. അകമ്പടി ഗാനം പതിയെ ഉയർന്ന് നൃത്തം തീരാറാവുന്നതോടെ ഉച്ചസ്ഥായിയിലാവുന്നു. കണ്ണൂർ അറക്കൽ അലി രാജാവിൻ്റെ സ്ഥാനാരോഹണത്തിനായി കളരി അഭ്യാസിയും സംഗീത താളബോധങ്ങളിൽ കഴിവുമുണ്ടായിരുന്ന ഹൈന്ദവ മുക്കുക വിഭാഗത്തിൽപ്പെട്ട പൈതൽ മരക്കാർ 1850കളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഇന്നത്തെ മാപ്പിളക്കോൽക്കളിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ക്ഷേത്രകലകൾ അവതരിപ്പിച്ച് പരിചയമുള്ള മരക്കാർ താളങ്ങളുടെ അകമ്പടിയോടെ പുതിയ ഒരു കലയ്ക്ക് രൂപം നൽകുകയായിരുന്നു.
മലബാറിലെ കല്യാണ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത കലാരൂപമാണ് കോൽക്കളി എന്നത് മലബാറിൽ കോൽക്കളി എന്ന കലാരൂപം എത്ര ജനകീയമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെയാവണം സ്കൂൾ കലോത്സവങ്ങളിൽ ആകർഷണീയമായ മത്സര ഇനമായി കോൽക്കളി മാറിയതും. കഥകളി, കോൽക്കളി, വേലകളി, തച്ചോളിക്കളി തുടങ്ങിയ കേരളത്തിലെ പല രംഗകലാരൂപങ്ങളും അവയുടെ പരിണാമത്തിൽ കളരിപ്പയറ്റിൽ നിന്ന് പലതും കടം കൊണ്ടിട്ടുണ്ട്. കഥകളിയിൽ കലാകാരൻ്റെ ശരീരത്തിന് മെയ്വഴക്കം വരുത്തുന്ന സമ്പ്രദായം കളരിപ്പയറ്റിൽ നിന്നും കടം കൊണ്ടതാണ്. കോൽക്കളിയിലെ പല വടിവുകളും നൃത്തച്ചുവടുകളും പദവിന്യാസവും കളരിപ്പയറ്റിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലുമായി കോൽക്കളിയുടെ വിവിധ വകഭേദങ്ങൾ കാണാൻ സാധിക്കും.
വർണ്ണസുന്ദരമായ നാടോടി വസ്ത്രങ്ങളണിഞ്ഞ് ആഘോഷ ദിനങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ ഈ കലാരൂപത്തിൽ ഏർപ്പെടാറുണ്ട്. കോലുകൾ പരസ്പരം കൂട്ടിയിടിച്ചും അടുത്തയാളുടെ കോലുമായി കോർത്തടിച്ചും ഈ വിനോദത്തിൽ ഏർപ്പെടുന്നു. ഗുജറാത്തിലെ ദാണ്ടിയ, രാജസ്ഥാനിലെ ഘുമർ തുടങ്ങിയവ ഏതാനും ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാർന്നതാണ് കേരളത്തിലെ കോൽക്കളി. മുരളി മോഹനനാദം കൊണ്ടരുളിടുന്നു ജഗൽ സൗഖ്യം, അരുളിടുന്നു ജഗൽ സൗഖ്യം. സുന്ദരനാദിയ നന്ദകുമാരൻ, സുന്ദരനാദിയ നന്ദകുമാരൻ. പൊന്നോടക്കുഴലൂതുമ്പോൾ, പൊന്നോടക്കുഴലൂതുമ്പോൾ. ഷഡ്പദജാലകൾ അതിരസകരമാം, ഷഡ്പദജാലകൾ അതിരസകരമാം. പുഷ്പരസത്തെ വെടിയുമ്പോൾ, പുഷ്പരസത്തെ വെടിയുമ്പോൾ. പൂങ്കാവനമതിലുള്ളൊരു ജീവികൾ, പൂങ്കാവനമതിലുള്ളൊരു ജീവികൾ. എന്നെ സുഖമേ കേൾക്കുമ്പോൾ, എന്നെ സുഖമേ കേൾക്കുമ്പോൾ. ചഞ്ചുവി പഞ്ചിയിലൂടെ കുയിലുകൾ, ചഞ്ചുവി പഞ്ചിയിലൂടെ കുയിലുകൾ. പഞ്ചമരാഗം പാടുമ്പോൾ, പഞ്ചമരാഗം പാടും. കലയ്ക്ക് ജാതിയും മതവുമില്ലെന്ന വാക്കുകൾ അടിവരയിടുന്ന കലാരൂപമാണ് കോൽക്കളി. നിരവധിയായ കോൽക്കളി സംഘങ്ങൾ ഇന്നും ഈ കലയെ ജനഹൃദയങ്ങളിൽ നിലനിർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ചടുലമായ താളങ്ങളും ചുവടുകളും ആണ് മറ്റുള്ളവയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് ക്ഷേത്രാനുഷ്ഠാനവും ഉത്സവത്തിനും മാത്രമായി ഹൈന്ദവ കോൽക്കളി മാറിക്കഴിഞ്ഞു. എന്നാൽ ദിനം പ്രതി വികസിക്കുന്നതും താളവും ചുവടും പാട്ടും നിരന്തരം പുരോഗമിക്കുന്നതും മാപ്പിള കോൽക്കളിയിലാണ്. വടക്കൻ മലബാർ പ്രദേശത്തെ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കോൽക്കളി. താളനിബന്ധമാണ് കോൽക്കളി. നിലവിളക്കിന് ചുറ്റുമായി ഇരുകൈകളും ചെറിയ വടികളേന്തി പാട്ടിന്റെ താളത്തിനൊത്ത് അവ പരസ്പരം അടിച്ചാണ് നൃത്തം ചെയ്യുന്നത്. നൃത്തച്ചൂടുകൾ മാറിക്കൊണ്ടേയിരിക്കുമെങ്കിലും കോലടി ഒന്നും തെറ്റാറില്ല. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കോൽക്കളി. വടക്കൻ മലബാറിൽ മുസ്ലിം സമുദായത്തിലാണ് കോൽക്കളിക്ക് പ്രാധാന്യമേറെ ഉള്ളത്. കളരിപ്പയറ്റിൽ നിന്നാണ് കോൽക്കളിയുടെയും ചുവടുകൾ രൂപം കൊണ്ടതെന്ന് കരുതുന്നു. നർത്തകർ വട്ടത്തിൽ നിന്ന് പാട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുന്നതിനൊപ്പം കോലുകൊണ്ട് താളത്തിലടിക്കുകയും ചെയ്യുന്നു. ചുവടുകൾക്കനുസരിച്ച് കളിക്കാരുടെ വൃത്തം വലുതാവുകയും ചുരുങ്ങുകയും ചെയ്യും. കൈലിമുണ്ടും ബനിയനും തലയിൽ കെട്ടുമാണ് മുസ്ലിങ്ങൾക്കിടയിലെ കോൽക്കളിയുടെ വേഷം.
താളാത്മകമായ ചുവടുകൾ കോൽക്കളിയുടെ സവിശേഷതയാണ്. ഇരുന്നുകൊണ്ട് തമ്മിൽ കോലടിച്ചുള്ള ഇരുന്നുകളി, അന്യോന്യം കോലുകൊണ്ട് തടുത്തുകൊണ്ടുള്ള തടുത്ത കളി, പാട്ടിൻ്റെ താളത്തിനൊത്ത് ചുറ്റിത്തിരിഞ്ഞും മറ്റുമുള്ള താളം ചവിട്ടിക്കളി എന്നിങ്ങനെ തികച്ചും മെയ്യഭ്യാസം ആവശ്യമായ ചുവടുകളാണ് കോൽക്കളിയെ രസകരമാക്കുന്നത്. നാട്ടരങ്ങിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു കലാരൂപവുമായി നമുക്ക് കണ്ടുമുട്ടാം.